ഇത്രയും വൈബ് ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടില്ല. നമുക്ക് തിരിച്ചു വരും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷേ ഒരു ബിഗ് തന്നെ ഉണ്ട്, അപ്പം കാണിച്ചു തരാം. ഡിമാസ്റ്റർ ചെയ്തൊക്കെ ഉള്ള ചില സാധനങ്ങളൊന്നും പോരാത്രയ്ക്ക്. അതായത് ലാൻഡ് ക്രൂസറിന്റെ ഹോൺ അടിക്കുന്ന സൗണ്ട് ഉണ്ട്. അടിപൊളിയായിരുന്നു, ഒന്നും പറയില്ല. കണ്ട് കൊറേ പ്രാവശ്യം സിനിമ യൂട്യൂബിൽ കാണണ്ട, നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നേ. അടിപൊളിയാണ്, വെറുതെ വേറെ ലെവല്. റീമാസ്റ്റർ ചെയ്തൊക്കെ ഉള്ള ചില സാധനങ്ങളൊന്നും പോരാത്രയ്ക്ക്. അതായത് ലാൻഡ് ക്രൂസറിന്റെ ഹോൺ അടിക്കുന്ന സൗണ്ട് ഉണ്ട്, അത് കറക്റ്റായിട്ട് കിട്ടിയില്ല. അതിന്റെ അത് വേറൊരു ഹോൺ ആയിട്ടേച്ചാ. പിന്നെ ബാക്കി പാട്ടും എല്ലാം വേറെ ലെവല്. ലാലേട്ടൻ വെറുതെ പൊളിച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ, രോമാഞ്ചടിച്ചിരിക്കാണ്. അത് അവിടെ ആഘോഷാണ്. പാട്ടിട്ടപ്പോ ആഘോഷാണ്. ആ ഒരു ഇൻട്രോ ഇട്ടായിരുന്നു, ഫസ്റ്റ് സീൻ ഉണ്ട്, അത് അടിപൊളിയായിട്ടുണ്ട്. എല്ലാം അടിപൊളിയല്ല. ഞാനിത് ടിവിയിൽ ആദ്യമായിട്ട് കണ്ടിട്ടുള്ളതാ. ടിവിയിലും കണ്ടിട്ടുണ്ട്, ലാപ്പിലും കണ്ടിട്ടുണ്ട്. ഇല്ല, അന്ന് തിയേറ്ററിൽ കാണണം എന്നൊരാഗ്രഹം ഉണ്ടായി, അതിപ്പോ സാധിച്ചു. സെക്കൻഡ് ഹാഫിന് അതുക്കും മേലെ ഒന്ന് ഉറപ്പാണ്. അതവിടെ പൊടിച്ചിട്ടുണ്ട്, എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ആഘോഷമാണ് ഫുള്ള്. പേപ്പർ അങ്ങനല്ല, ഇപ്പൊ അവസാനം ഫൈറ്റും അടിപൊളിയായിട്ടൊക്കെ ഉണ്ട്. സൗണ്ട് പോയി. ഞാൻ പറഞ്ഞു എന്റെ ഫസ്റ്റ് ഫാൻ ഷോ ആണിത്. അമേസിങ്, അടിപൊളി, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഇത്രയും വൈബ് ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടില്ല. അടിപൊളി. എല്ലാ ഡയലോഗും ബൈ ഹാർട്ടാ. പക്ഷെ ഈ വൈബില്ലേ, ഇത്രയും ക്രൗഡിന്റെ കൂടെ, അത് വേറെ ലെവലായിരുന്നു, ഒന്നും പറയില്ല. ഫുൾ ആരവം, അടിപൊളി വൈബ്. എൻ്റെ ഫസ്റ്റ് ഫാൻ ഷോ ആയിരുന്നു ഇത്, സൂപ്പറായിരുന്നു. ലോകയുടെ റെക്കോർഡ് തൂക്കും. അല്ലടോ, ചുമ്മാ തമാശ. ഇത് കെട്ടിയിട്ട് എന്നെ വരലാക്കല്ലേ. ഒന്നും പറയാനില്ല. ഇത്ര വർഷമായിട്ട് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയത് വളരെ സന്തോഷം. മംഗളശ്ശേരി നീരാണ്ടം കാർത്തികൻ ഒറ്റ സ്ക്രീൻ വരുമ്പോൾ പൊളിക്കാനില്ലാണ്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? കാണുമ്പോൾ നമുക്ക് വിട്ടു നമ്മളെ ഒന്ന് മൺമുറിഞ്ഞ ആൾക്കാരെ രണ്ടാമതൊന്നും കാണാൻ പറ്റുമ്പോൾ ഭയങ്കര അന്തോഷം തോന്നുന്നുണ്ട്. ചായ കുടിച്ചോ? അടിപൊളി, ഒന്നും പറയാനില്ല. എക്സ്പീരിയൻസ് അതേ പറയാനുണ്ട്. ലാഡ് സാറ് ആളുടെ അഭിനയത്തെ പറ്റി ഒന്നും പറയാനില്ല, അത്രയും പറയാനില്ല. ലാഡ് സാറ് പഴയ അടിപൊളി. പക്ഷേ നമ്മുടെ മമ്മൂക്ക ഒരു കംബാക്ക് നടത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. മമ്മൂക്ക തിരിച്ചു വരും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷേ എന്താണ് കേട്ടില്ല. രാവണപ്രഭു കണ്ടപ്പോ എന്ത് തോന്നി? മമ്മൂക്കയുടെ കംബാക്ക് ഇതുപോലെ ആഗ്രഹിക്കുന്നത് ഒരു ബിഗ് തന്നെ ഉണ്ട്, അപ്പം കാണിച്ചു തരാം. അതാണ് രാവണപ്രഭു പറഞ്ഞുള്ളത്. നമുക്ക് ബിഗ് എംസുട്ട് കളിയില്ല. നമ്മുടെ മമ്മൂക്കയായാലും മോഹൻലാൽ സാറായാലും അടിപൊളിയാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് വേണം, എന്നാലേ ഓണാവുള്ളൂ. പക്ഷെ നമ്മുടെ ഒക്കെ വന്നുണ്ട്.